ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. എല്ലാ സുഹൃത്തുക്കൾക്കും രാജ് GFXൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഇല്ലുസ്ട്രേറ്ററിൽ ഒരു 3D ടെക്സ്റ്റ് ഇഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ക്രിയേറ്റ് എ ന്യൂ ഫയൽ. ഞാൻ എൻ്റെ ആർട്ട് ബോർഡ് എടുത്തിരിക്കുന്ന 850 പിക്സൽ ഇൻറ്റു 500 പിക്സൽ. അതുപോലെ തന്നെ എൻ്റെ കളർ മോഡ് RGB, അതുപോലെ തന്നെ നമ്മുടെ റെസൊല്യൂഷൻ 72 ppi ആണ്. ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ ഫയൽ. സോ നെക്സ്റ്റ് നമുക്ക് വിൻഡോയിൽ പോവാം. നമുക്ക് അപ്പിയറൻസിൻ്റെ പാനൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. നമുക്ക് ടൈപ്പ് ടൂൾ എടുക്കാം. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഈസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ ടൈപ്പ് സെലക്ട് ചെയ്യാം. നമുക്കിൻ്റെ ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യാം. ഞാനൊരു അനലോഗ് സ്ക്രിപ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ 200 സെറ്റ് ചെയ്തു. നമുക്കിവിടെ സെൻറ്റർ ആർട്ട് ബോർഡ് സെൻറ്റർ ചെയ്ത് വയ്ക്കാം. സോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ നൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫിൽ കളർ നണ്ണാക്കാം. നമുക്കിവിടെ നമ്മൾ അപ്പിയറൻസ് പാനൽ പോയിട്ട് നമുക്കൊരു പുതിയൊരു കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അഗെയിൻ ഞാൻ വീണ്ടും ഒരു പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റഡ് ഐറ്റം സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇവിടെ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അഗെയിൻ ഞാനിവിടെ എഫക്ട്സ് പാനലിൽ പോയിട്ട് ഞാനിവിടെ ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഇതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് 0.5 സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ കോപ്പീസ് ഞാനൊരു 30 കോപ്പീസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, സോ അഗെയിൻ ഇത് സെലക്ട് ചെയ്യുക. വീണ്ടും ഞാനൊരു പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം എടുത്തു. ഓക്കെ, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിൻ്റെ എഫക്ട്സ് പാനലിൽ പോവാം. ഞാൻ ഓഫ്സെറ്റ് പാത്ത് കൊടുത്തു. ഓഫ്സെറ്റ് പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓഫ്സെറ്റ് പാത്ത് നമുക്കൊരു ഓഫ്സെറ്റ് വേണമെങ്കിൽ ഒരു 10 കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ 10 നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ജോയിൻറ്റ്സ് ഞാൻ റൗണ്ട് ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അഗൈൻ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാനൊരു പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്തു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരു ഡാർക്ക് ഗ്രേ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗൈൻ ഞാൻ ഇതിൻ്റെ എഫക്ട്സ് പാനലിൽ പോയി എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഞാൻ ഇതിൻ്റെ ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ എനിക്ക് വീണ്ടും ഇതിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഞാൻ 0.5 സെലക്ട് ചെയ്ത് കൊടുത്തു. അഗൈൻ ഇതിൻ്റെ കോപ്പീസ് ഞാനൊരു 30 കോപ്പീസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 3D സ്റ്റൈലൊരു ടെക്സ്റ്റ് ഇഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഗൈൻ ഞാനിവിടെ നമ്മുടെ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു ഗോൾഡിഷ് കളറിലുള്ള ഒരു കളർ പാറ്റേണൊക്കെ നമുക്കൊരു ഉപയോഗിക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോവാണ്. നമുക്കൊരു ഗോൾഡിൻ്റെ കളർ പാറ്റേൺ വേണം. ഓക്കെ, ഞാൻ ഗോൾഡ് കളർ പാലറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഗോൾഡ് കളർ പാലറ്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു ഗോൾഡിൻ്റെ കളർ പാലറ്റ്സ്, നല്ലൊരു കളർ പാലറ്റ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് തൊട്ട് താഴേക്ക് നോക്കാം. നല്ല കളർ പാലറ്റ് കിട്ടുമോ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കളർ പാലറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കളർ പാലറ്റ് നമുക്ക് നമ്മുടെ 3D ടെക്സ്റ്റിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. നമുക്ക് ഫസ്റ്റ് കളർ പാലറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ Ctrl+V പ്രസ് ചെയ്യാം. നമുക്ക് കളർ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കളർ പാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കളർ കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് കളർ പാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കളർ പാറ്റേൺ എടുക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗൈൻ വീണ്ടും നമ്മുടെ ലാസ്റ്റത്തെ ആ കളർ പാറ്റേൺ സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ പാറ്റേൺ എടുക്കുക, കോപ്പി ചെയ്യുക. ഇവിടെ ജസ്റ്റ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് 3D ഒരു ഗോൾഡിഷ് കളറിലുള്ള ഒരു 3D ടെക്സ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇനി ഈ ഒരു ടെക്സ്റ്റ് ഇഫക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ടെക്സ്റ്റ് ഇഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം സെറ്റ് ചെയ്തു. ഇതിൽ ഞാനൊരു ബ്ലാക്ക് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഓഫ്സെറ്റ് പാത്ത് നമുക്ക് വേണ്ട ഓഫ്സെറ്റ് പാത്ത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി എന്ത് വേണം, ഞാൻ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ എഫക്ട്സിൽ പോയിട്ട് ഞാൻ അതിനൊരു ബ്ലർ ഇഫക്റ്റ് കൊടുക്കുകയാണ്, ഗൂഷ്യൻ ബ്ലർ ഇഫക്റ്റ് കൊടുക്കുകയാണ്. കണ്ടു, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡ്രോപ്പ് ഷാഡർ ഇഫക്റ്റ് ഇവിടെ വരും. ഞാനൊരു 3 ഒരു ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഡെപ്ത്ത് നമുക്ക് ആ ലെറ്ററിന് ഫീൽ ചെയ്യും. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്ത് നമുക്കിതിൻ്റെ കളർ മോഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കുറച്ചും കൂടി ലൈറ്റിഷ് കളറായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക. കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടൊരു കളർ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ബെറ്റർ, കുറച്ചും കൂടി എഫക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ നമ്മുടെ ഫയലൊന്ന് സേവ് ചെയ്യാം. കൺട്രോളേഴ്സ് ഫയൽ സേവ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഞാനിത് സേവ് ചെയ്യണു. ഞാനിവിടെ നമുക്ക് 3D ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. 3D ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ ക്ലിക്ക് ഓക്കെ, സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഹാപ്പി എന്നും കൂടി നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ടൈപ്പ് ടൂൾ എടുത്തു. ഇവിടെ ഞാൻ എനിക്കൊരു 36 മതി. ഓക്കെ, അപ്പോൾ തന്നെ ഇതിൻ്റെ ഫോണ്ട് ഫാമിലി ഞാൻ ചേഞ്ച് ചെയ്യാണ്. എനിക്കിവിടെ ഒരു അലർ ഡിസ്പ്ലേ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്, HAPPY, ഹാപ്പി ഈസ്റ്റർ എന്നുള്ളൊരു ഇവിടെ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ മോണ്ടെസെറാട്ട് നമുക്കിവിടെ നോക്കാം. മോണ്ടെസെറാട്ട് ഉണ്ട് നോക്കാം. MON മോണ്ടെസെറാട്ട് നമുക്കിവിടെ ഒരു റെഗുലർ അല്ലെങ്കിൽ മീഡിയം സെമി ബോൾഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സെമി ബോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇഷ്ടത്തിലുള്ളൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു കളേഴ്സ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗോൾഡ് കളർ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. ഒരു ഗോൾഡിഷ് കളർ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്യണം. നമുക്കൊരു നൈസായിട്ടൊരു കളർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നൈസ് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. Ctrl+C പ്രസ് ചെയ്യാം, കോപ്പി ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കത് അറേഞ്ച് സെൻറ്റർ ബാക്ക് കൊടുക്കാം. ഇനി നമുക്കത് സെൻറ്റർ ആർട്ട് ബോർഡിൽ നമുക്ക് സെൻറ്റർ ആക്കാം. ഓക്കെ, നമുക്ക് ഇതിന് കുറച്ചും കൂടി ഒരു ലൈറ്റിഷ് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് ലൈറ്റ് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ബെറ്റർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഹാപ്പിയുടെ നമുക്കൊരു ഫോണ്ടിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് ഹാപ്പിയുടെ കളർ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? നമുക്കൊരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു റെഡിഷ് ഒരു ലൈറ്റ് ഗ്രേ കളർ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോഴാണ് കാണാൻ കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഹാപ്പി കുറച്ചും കൂടി നമുക്ക് ലൈറ്റിഷ് കളറാക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കുറച്ചും കൂടി ലൈറ്റ് ഗ്രേ കളർ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അഗൈൻ വർക്ക് സേവ് ചെയ്യാം. നമുക്ക് FF ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് Ctrl+0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സൈസിൽ നമുക്ക് നമ്മുടെ വർക്ക് നമുക്ക് കാണാം. ഓക്കെ, സോ ക്ലിയർ ആയില്ലേ ഫ്രണ്ട്സ്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ എങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു 3D ടെക്സ്റ്റ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ച് കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനിയും ഇല്ലുസ്ട്രേറ്ററിൽ ഞാൻ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ പുതിയ ട്യൂട്ടോറിയൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.